മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനത ന്യൂസിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തിരുവനന്തപുരത്ത് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അക്യുപഞ്ചറിസ്റ്റുകൾ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുമ്പോൾ അക്യുപഞ്ചറിസ്റ്റിന് എന്താണ് പറയാനുള്ളതെന്ന് പത്രസമ്മേളനത്തിലൂടെ അറിയിക്കുകയാണ്. അതിന്റെ ലൈവിലേക്ക്. ഇതിന് വ്യക്തമായി ഈ കേസിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം പ്രസവം എടുക്കാൻ പോവുകയോ പ്രസവവുമായി ബന്ധപ്പെട്ടിട്ടോ ഇല്ല. പക്ഷെ അതേസമയം ഗർഭിണിയായിരുന്ന സമയത്ത് ആ ഗർഭിണിക്കുണ്ടായിട്ടുള്ള ആ പ്രസവത്തിന് മുമ്പുള്ള പല ഘട്ടങ്ങളിലും അദ്ദേഹം ചികിത്സിച്ചിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹം ഏതെങ്കിലും അർത്ഥത്തിൽ പ്രസവം എടുക്കാനോ അല്ലെങ്കിൽ പ്രസവം എടുക്കാറുണ്ടോ അക്യുപഞ്ചറിസ്റ്റ് വീട്ടിൽ പ്രസവം എടുക്കുന്നതോ ആരും നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും അക്യുപഞ്ചറിസ്റ്റ് അങ്ങനെ ചെയ്യുന്നതിന് കാണാൻ കഴിയില്ല. അറിയാൻ പറ്റുന്നതല്ല. അപ്പൊ അതിനെയും ട്രീറ്റ്മെന്റ് എടുത്താൽ അതിന് എപ്പോഴെങ്കിലും ഉണ്ടാകും, സ്വാഭാവികമാണ്. അപ്പൊ നമ്മളൊരു ഡോക്ടറെ കാണുന്നത് ആയുർവേദത്തിലായാലും ഗൈനിക് ഉണ്ടാകും. അതെടുക്കുമ്പോൾ നമ്മൾ ആ പ്രശ്നം എടുക്കുന്നത് സുരക്ഷിതമായിട്ട് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ എൻ പോയിന്റിലേക്ക് എത്തുന്നില്ല. അവിടെയാണ് ക്ഷീണോപത്തി എന്ന് പറയുന്ന ആൾ എത്തുന്നത്. അതിനാണ് ഉത്തരം പറയുന്നത്. ആ എൻ പോയിന്റ് അയാൾ അതുവരെ ചികിത്സിക്കും. പ്രസവത്തിന്റെ അലിഞ്ഞൊന്നും പോകില്ല. അത് എടുക്കുന്നത് സുരക്ഷിതമായിരിക്കാൻ എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങളിപ്പോ ആയുർവേദത്തിന്റെ ഉദാഹരണം പറഞ്ഞു, ഹോമിയോ ഉദാഹരണം പറഞ്ഞു, രണ്ട് ഉദാഹരണം നിങ്ങൾ പറഞ്ഞു. ഇപ്പം ആധുനികമായിട്ട് ആ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ആ സ്ത്രീ അവരെന്ത് തീരുമാനിക്കുന്നത് അത് നടക്കുള്ളൂ. അതാണ് നടന്നത്. നിർഭാഗ്യവശാൽ എന്താ സംഭവിച്ചതെന്ന് പറയാനുള്ള ഉത്തരവാദിത്തപ്പെട്ട മരിച്ചുപോയി. അത് സത്യം. ഇപ്പൊ നിങ്ങൾ ഊഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പത്രത്തിൽ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, അവര് ഹോസ്പിറ്റലിൽ പോകുന്നത് ശ്രീഹാബത്തിൽ ഏതോ അത് തടഞ്ഞ രൂപത്തിലുള്ള വാർത്ത വരുന്നത്. ഒരിക്കലും അങ്ങനെ സംഭവമോ അല്ലെങ്കിൽ അക്യുപഞ്ചർ പ്രസവമോ അക്യുപ്രസവം എടുക്കലോ ഇല്ല. പിന്നെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് അവര് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പൊ നമുക്കറിയാം പലയിടത്തും പലതരത്തിലെ അസ്വസ്ഥതകൾ പല ഭാഗങ്ങളുണ്ടാവും. അപ്പൊ അസ്വസ്ഥതകൾ അതിന് ദുരനുഭവങ്ങൾ ഉണ്ടാവും. ഇത്തരം ദുരനുഭവങ്ങൾക്ക് എന്തോ കാരണം അവർ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറല്ല. അവർ ഹോസ്പിറ്റലിൽ പോകാൻ പലരും അഡ്വൈസ് അവർ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറല്ല. അത് എന്താക്കണം അവർക്കത് നമുക്കറിയില്ല. അതിന് പറയുകയുള്ളൂ, കാരണം പോയില്ലല്ലോ. രണ്ടു മുഖല്ലേ, അവര് പോയിക്കാൻ തെളിവല്ലേ. ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് നയാസിന്റെ 19 വീഡിയോ, ഇതൊക്കെ അറസ്റ്റ് ചെയ്ത് 19 വീഡിയോ ഉണ്ട്. ഇത് അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഭാര്യ എവിടെ പ്രസവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതേപോലെ അത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ യൂട്യൂബ് നോക്കി പ്രസവിക്കാമോ? യൂട്യൂബ് നോക്കി പ്രസവിക്കുന്നതിന്റെ വെച്ച് ഈ ഒരു വീഡിയോ ഉണ്ട്. പക്ഷേ ആ വിഷയത്തിൽ തീർക്കാനുണ്ടോ അല്ലെ? അപ്പൊ ശരിക്കും നമ്മളെ ഉദ്ദേശിച്ച ഒരു മറുപടിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടായിരുന്നു. ഗർഭിണികളെന്നത് ഞാൻ സാധാരണ ഗർഭിണികളായിട്ട് വരില്ല. സാധാരണ വർഷങ്ങളായിട്ട് ചികിത്സിക്കുന്ന ആളുകൾ അത് ഗർഭിണിയാവും. സാധാരണ നമ്മളിൽ വരുന്ന ആളുകൾ വർഷങ്ങളായി കുട്ടികളില്ലാത്തവരാണ്. വർഷങ്ങളായിട്ട് 22-30 വർഷമായിട്ട് കുട്ടികളെ ഇല്ലാത്തവരുണ്ട്. ഗർഭപാത്രം ഇല്ലാതെ സ്കാനിങ് തെളിഞ്ഞ ആള് പ്രസവിച്ച അനുഭവമുണ്ട്. 11 വർഷമായിട്ട് കുട്ടിയായിട്ടില്ല. സ്കാൻ ചെയ്ത് നോക്കിയ സമയത്ത് ഗർഭപാത്രമില്ല. ആ കുട്ടിക്ക് ഇപ്പൊ 7 വയസ്സ്. അപ്പൊ ഇത്ര ആളുകൾ ഗർഭിണിയായതിനു ശേഷം വരുന്നതല്ല, മുമ്പേ നമ്മുടെ രോഗികളാണ്. അവർ ചികിത്സ വരുമ്പോൾ ഗർഭിണിയാവുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഘട്ടത്തിലുള്ള പ്രയാസവും ചികിത്സിക്കും അതിനുള്ള മാർഗദർശനം ചോദിക്കും. കാരണം ചെയ്യുന്ന ആ സമയത്ത് എന്താ ബുദ്ധിമുട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ സാധാരണ ഭക്ഷ്യരീതികളും ചികിത്സയും പറഞ്ഞു കൊടുക്കും. കൃത്യമായിട്ട് അക്യുപഞ്ചർ രീതിയിൽ ജീവിത രീതിയുണ്ട്, ലൈഫ് സ്റ്റൈൽ കൃത്യമായിട്ടുണ്ട്. വിശന്ന് മാത്രം കഴിക്കാൻ രീതികൾ, ഈ രീതികൾ കൃത്യമായി ഫോളോ ചെയ്യാൻ പറയണം. അപ്പൊ ഇതില് മുമ്പ് 3 പ്രസവം സിസേറിയനായിരുന്നു. അപ്പൊ നമുക്കത് സ്ത്രീയാണല്ലോ. സാധാരണ ഒരു പ്രസവത്തില് ഒരു സിസേറിയനുള്ള അനുഭവം ശരിക്കറിയാം. അപ്പൊ ഇങ്ങനെ പ്രയാസം അനുഭവിച്ച വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സ്വയം താല്പര്യമായിരിക്കും വീട്ടിൽ പ്രസവിക്കണം. കാരണം ഇത്രയും ഒരു സിസേറിയൻ എത്രത്തോളം പ്രയാസം ഉണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഞാൻ 16 വർഷമായി കേൾക്കുന്നത്. അപ്പൊ എത്ര രോഗികൾ നമ്മൾ കൈകാര്യം ചെയ്തത്. അപ്പൊ ഇവർ തന്നെ ചികിത്സിക്കുന്ന സമയത്ത് മുമ്പ് സിസേറിയൻ ചെയ്തതിന്റെ വേദന അനുഭവിക്കുന്നവരുണ്ട്. ഇപ്പം 10 വർഷവും 12 വർഷവും മുമ്പ് സിസേറിയൻ ചെയ്ത ശേഷം ഇപ്പോഴും വേദന അനുഭവിക്കുന്നവരുണ്ട്. ഈ അനസ്തേഷ്യ കൊടുത്ത് ബാക്ക് പെയിൻ മാറാത്തവരുണ്ട്. അപ്പൊ ഇത്ര ആളുകൾ ഇത്ര 3 അനുഭവം സ്ഥിതിക്കുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രയാസത്തിൽ അവർ സ്വയം തീരുമാനിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് വേണ്ട നിർദ്ദേശം കൊടുക്കും. അല്ലാതെ പ്രസവം എടുക്കുക എന്ന സംവിധാനം അക്യുപഞ്ചറില്ല. അത് വീട്ടിൽ പ്രസവിക്കാനുള്ള ആളുകൾ എത്തുന്ന സാധാരണ രീതിയില് ഈ ഇത്തരം ആളുകൾ ചികിത്സിക്കുന്നത് നമ്മുടെ ചികിത്സ തന്നെയാണ്. അല്ലാതെ പ്രസവിക്കാൻ നേരത്തെ വരുന്നതല്ല. പ്രസവിക്കാൻ നേരത്തെ അക്യുപഞ്ചർ വരില്ല. കാരണം അക്യുപഞ്ചർ ലേബർ റൂമോ പ്രസവം ഇല്ലല്ലോ. പ്രസവം എന്നുള്ളത് സാധാരണ സ്വാഭാവിക നടക്കുന്ന സംഗതിയാണ്.
സത്യത്തിൽ ഞാൻ പറയുന്നത് സ്വാഭാവികമായി നടക്കേണ്ട പ്രസവത്തെ അത് അസ്വാഭാവികമായി മാറ്റുന്നത് തന്നെ ചികിത്സ രീതിയാണ്. പ്രസവം ശരിക്കും ചികിത്സ ആവശ്യമില്ലാത്ത സംഗതിയാണ്. സ്വാഭാവികമായിട്ട് പണ്ട് കാലത്തെ നടക്കുന്ന സംഗതിയാണ്. പക്ഷെ പണ്ട് കാലത്ത് നല്ല മരണങ്ങളും കോംപ്ലിക്കേഷൻ ഇപ്പം പ്രസവം ഇപ്പൊ അതിലല്ലോ അത് 2 കുട്ടികളാണ് ഉണ്ടാകുന്നത്. മുമ്പ് 10ഉം 16ഉം പ്രസവിച്ച് കണ്ടുകൊണ്ട് മരിക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും വേണല്ലോ ആ കുഞ്ഞിനെ എടുക്കണം, ആ കുഞ്ഞിനെ ഉണ്ടായാൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും നിർദ്ദേശിക്കുന്നത് ഇല്ല, തീർച്ചയായിട്ടും അത് നമുക്കറിയില്ല. നമ്മൾ പഠിക്കാതെ പ്രസവത്തെ കുറിച്ച് പഠിക്കാതെ നമ്മൾ പേടിക്കേണ്ട വലിയ നിർദ്ദേശം ഇതാണോ ഏതെങ്കിലും ഒരു പശു പ്രസവിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇതാണോ കോംപ്ലിക്കേറ്റഡ് ആയ ബർത്ത് അത് മനുഷ്യനാണ്. അത് എന്നുവെച്ചാല് ആരും ഇപ്പൊ ഒരാള് തീരുമാനിച്ചത് നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ സ്ത്രീയാണ്, നിങ്ങൾ സ്ത്രീയാണ്, നിങ്ങൾ പ്രസവിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ട വീട്ടിൽ വന്ന് തീരുമാനിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാരണം ഉണ്ടാവും. അത് നിങ്ങളുടെ റൈറ്റ്, നിങ്ങളുടെ അവകാശമാണ്. ഇവിടെ ആർക്കും ഒരു സ്ത്രീ വീട്ടിൽ പ്രസവിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ പ്രസവിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ ഹോസ്പിറ്റൽ പ്രസവിക്കാം, എനിക്ക് വീട്ടിൽ പ്രസവിച്ചാൽ മതി തീരുമാനിച്ചാൽ വീട്ടിൽ പ്രസവിക്കാൻ ഗവൺമെന്റ് എല്ലാവർക്കും അനുവാദം നൽകുന്നുണ്ട്. പിന്നെ ഇതിന്റെ എഡ്യൂക്കേഷൻ നിങ്ങൾക്കറിയാലോ. നിങ്ങൾ യൂട്യൂബ് ഇപ്പൊ നേരത്തെ പറഞ്ഞ വ്യക്തി ഞാൻ നോക്കൂ, അത് ഞാൻ പറഞ്ഞതാണ് അറിയുന്നില്ല. ഇപ്പൊ യൂട്യൂബ് നോക്കിയൊക്കെ മരണങ്ങളും ഒട്ടേറെ പ്രസവങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ആർക്കില്ലാന്ന് പറയാനില്ല. യൂട്യൂബ് നോക്കി എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. യൂറോപ്പിലൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കിയപ്പോൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ കാണാം. യൂറോപ്പില് നിങ്ങൾ ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, ഇവിടെയൊക്കെ തന്നെ വീട്ടിലെ പ്രസവങ്ങൾ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിച്ച് കാണുന്നത്. അവിടെ അതിനവർക്ക് അസിസ്റ്റ് ചെയ്യാൻ ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അവിടെ ട്രെയിനിങ് കിട്ടുന്നത് അറിയോ? അവിടെ എന്ത് ട്രെയിനിങ് കിട്ടുന്ന അറിയോ? അത് നിങ്ങൾ ട്രെയിനിങ് കിട്ടുന്ന ആരാ ട്രെയിനിങ് കൊടുക്കുന്നത്? അവിടെ നിങ്ങൾ ഇമാജിൻ ചെയ്ത് പറയാൻ നോക്കിയേ. അവിടെ നോക്കൂ, ഈ പറയുന്ന എല്ലാ ലെസൺസും ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒരുപക്ഷെ നിങ്ങൾ ആ ലെസൺസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അക്യുപഞ്ചർ പഠിക്കണ്ട. കേരളത്തില് എത്രയോ ആളുകൾ വീട്ടിൽ പ്രസവിക്കുന്നുണ്ട്, അവരെ അക്യുപഞ്ചർ പഠിച്ചില്ല, അക്യുപഞ്ചർ ചികിത്സ ചെയ്തില്ല. അല്ല, അക്യുപഞ്ചറുമായി യാതൊരു ബന്ധവുമില്ലാതെ എത്രയോ സ്ത്രീകൾ ഇന്നും കേരളത്തിൽ പ്രസവിക്കുന്നുണ്ട്. അല്ലെ, നോക്കൂ, ഇപ്പൊ നിങ്ങൾ തന്നെ വേണ്ടതുപോലെ പല കോഴ്സുകളും ഇപ്പൊ യൂട്യൂബ് ഓൺലൈൻ കോഴ്സുകളും നൽകാൻ. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം പിന്നെ എന്റെ ഭാര്യ എങ്ങനെ പ്രസവിക്കണം ഞാൻ തീരുമാനിച്ചോളാം, യൂട്യൂബ് നോക്കിയിട്ട് പ്രസവിക്കുന്ന അദ്ദേഹം എനിക്കറിയില്ല. ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ വിഷയത്തില് നിങ്ങൾ മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്ര നിസ്സാരമായി കാണുന്നത്? യൂട്യൂബ് നോക്കി ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെയാണോ രണ്ട് ജീവനുകൾ കഴിക്കുന്നത്? അങ്ങനെയാണോ? നിസ്സാരമായി കാണുന്നില്ല, നിസ്സാരമായി കാണുന്നു. നിങ്ങൾ പറയാണ് ചെയ്യുന്നത്. ഒരിക്കലും അക്യുപഞ്ചർ നിസ്സാരമായി കാണുന്നേ ഇല്ല. ഒരു ഗർഭിണിയും നിങ്ങൾ ആലോചിച്ചു, ഒരു ഗർഭിണിയും സ്വന്തം പ്രസവം നിസ്സാരമായി കാണുമോ? അത് കാണാൻ കഴിയില്ല. നിങ്ങളെന്നെ പറയുന്നത് എന്റെ ഭാര്യ ഞാൻ പ്രസവിക്കുന്നത് അയാൾ തീരുമാനിച്ചാണ്. അല്ല ഒന്നാമത്തെ കാര്യം അതല്ല. എന്നാൽ നിങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച മറുപടികളെ കിട്ടുന്ന വരെ നടന്നാൽ നമ്മൾ ഉദ്ദേശിച്ച മറുപടികളെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതായത് ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ ഹോസ്പിറ്റലിലെ 38ഓളം മരണങ്ങൾ നിങ്ങൾ പത്രം റിപ്പോർട്ടർമാരാണോ? കൃത്യമായ പത്രത്തിൽ കാണുന്നുണ്ടാവല്ലോ. എവിടെ വെച്ചത്? അതെല്ലാം തൊട്ടടുത്ത ഇതിന്റെ തൊട്ട ദിവസം തന്നെ കാസർഗോഡ് വെച്ചിട്ടുണ്ട്. അതാണ് ഹോസ്പിറ്റലിൽ പറയാ ഡിപ്പാർട്ട്മെന്റിലും പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മളുടെ നാട്ടിൽ കുറച്ചുകൂടെ ചർച്ചയായില്ല. അതുകൊണ്ട് ഇതേപോലെ ഈ തിരുവനന്തപുരത്ത് തന്നെ ഒരു സ്ത്രീ സിസേറിയൻ ചെയ്തതിന്റെ പേരില് അവരുടെ വയറ്റിൽ കത്തിരിക്ക വെച്ചതിന്റെ പേരില് അവര് അവിടെ തിരുവനന്തപുരത്ത് തന്നെ അവര് ധർണ ഇരിക്കുകയും സമരം നടത്തുകയും ചെയ്തു. അതൊന്നും പത്രത്തില് ഈ ഒരു വാർത്ത പോലെ വാർത്തയായിട്ടില്ലല്ലോ. അല്ല ചോദ്യങ്ങൾ
നിങ്ങളുടെ അസോസിയേഷന് മോഡേൺ മെഡിസിൻ ഒരു മോശപ്പെട്ട സംഭവമാണ് പറഞ്ഞില്ല നിങ്ങൾ പറയണം വ്യക്തമാണ് അതായത് പത്രത്തിൽ എന്ത് കൊടുക്കണം നിങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളാണ് തീരുമാനിക്കാൻ എന്ത് കൊടുക്കണം അപ്പൊ ആ നിലക്ക് നിങ്ങൾക്ക് വായുന്ന അല്ല അതല്ലേ നമ്മുടെ നാട്ടിലെ അലോപ്പതി മരിക്കുമ്പോ അത് മാറ്റാതെ പോകുന്നു. ഇത് എന്തുകൊണ്ട് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട് ഇതൊക്കെ പുറത്തു വരുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചർച്ചയാക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ അസുഖം നടക്കുന്നില്ല നമ്മുടെ നാട്ടിൽ? മോഡേൺ മെഡിസിൻ വികസിച്ചതിന് ശേഷം നമ്മുടെ പ്രസവ സമയത്ത് ഉണ്ടാകുന്ന മരണങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ഉണ്ടാവും. പരിശോധിച്ചാൽ അങ്ങനെ ഉണ്ടാവും. വീട്ടിൽ പ്രസവം നടക്കുമ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആശുപത്രിയിൽ പോയി പ്രസവിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് നല്ല സാധ്യത. അതെന്തുകൊണ്ട് അക്കിപ്പത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ പ്രസവിക്കാൻ തീരുമാനിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് അക്കിപ്പോ നേരെ തിരിച്ചുണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് അതിൽ അല്ലല്ല നമ്മൾ അതല്ല ചോദ്യം വ്യക്തമായോ? ചോദ്യം വ്യക്തമാണ്. മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അക്കിപ്പഞ്ചർ രോഗങ്ങൾക്കാൾ ചികിത്സ. പിന്നെ നിങ്ങൾക്ക് എന്തോ ഉത്തരം കിട്ടുന്നത് നിങ്ങളെ തിരിച്ചു കാര്യമില്ല. പകരം അതുപോലെ പ്രതിവർഷം പ്രതിദിനം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിലൂടെ പ്രസവത്തിലെ മരണം നടക്കുമ്പോഴേ അതൊന്നും നിങ്ങൾ ഇതേപോലെ ചർച്ചയോ മാധ്യമങ്ങളിലെയോ ചർച്ചകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒരു വാർത്തയോ ഒരു ഡോക്ടറെയോ ഒരു ചികിത്സയോ അറസ്റ്റ് ചെയ്തതായിട്ടോ ഒന്നും കാണുന്നില്ല. അതെന്തുകൊണ്ട് നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്നില്ല? അതെന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല? അതെന്തുകൊണ്ട് ഒരു കേസാകുന്നില്ല? പകരം ഒരു പ്രസവം അത് അക്കിപ്പഞ്ചർ പ്രസവം അല്ലാണ്ട് കൂടി അവര് വീട്ടിൽ പ്രസവിക്കാൻ തീരുമാനിച്ച് അവര് ആ പ്രസവത്തിൽ ആ അമ്മയും കുഞ്ഞ് നിർഭാഗ്യവശാൽ മരിച്ചപ്പോ അത് അക്കിപ്പഞ്ചർ പ്രസവം എന്ന പേരിൽ എന്തുകൊണ്ട് നിങ്ങൾ അത് വാർത്തയാക്കി ആ പാവം ചികിത്സകനെ തൃതീയത്ത് റിമാൻഡ് ചെയ്ത് നിങ്ങൾ അത് വലിയ ചർച്ചയാക്കി വ്യാജ ചികിത്സ എന്നുള്ള പേരിൽ ആ മഹത്തായ ഈ ലോകാരോഗ്യ സംഘടനയും ഇന്ത്യൻ ഗവൺമെന്റും ഒക്കെ അംഗീകരിച്ച ചികിത്സയെ വ്യാജ ചികിത്സ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും അധികം പെരുപ്പിച്ച് കാണിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ ചോദ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉത്തരം ചോദിക്കുന്നു. നിങ്ങൾ പറയുന്ന സമൂഹം സംവിധാനം അതെ അന്വേഷിച്ച് അപ്പോ എന്തുകൊണ്ട് അത് നിങ്ങളുടെ ചെയ്യുന്ന വളരെ ആളുകളല്ല. അങ്ങനെയാണോ? നമ്മുടെ ചോദ്യം അക്കിപ്പഞ്ചറാണ്. ഇവിടെ പ്രസവത്തിന് മരണം സംഭവിച്ചപ്പോൾ നമ്മുടെ ചികിത്സകരെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ചോദ്യം. അപ്പോ അതിന്റെ ഉത്തരമാണ് പറയുന്നത്. അക്കിപ്പഞ്ചറിൽ പ്രസവം ഇല്ലാന്ന് സാർ പറഞ്ഞു. അക്കിപ്പഞ്ചർ ചികിത്സ മാത്രമേ ഉള്ളൂ. അതേപോലെ ഇതേ സമാനഗതിയിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകള് മറ്റു ചികിത്സകളില് ഇതേപോലെ പ്രസവത്തിന് മരിച്ചു വീഴുമ്പോഴേ അതൊന്നും ഇവിടെ വാർത്തയാകുന്നതോ അവർ ആ ചികിത്സകളൊന്നും അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. അതൊന്നുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ എന്തുകൊണ്ട് പുറത്തുകൊണ്ടുവരുന്നില്ല? അതൊന്നും ഇവിടെ ചർച്ചാ വിഷയം നിങ്ങൾ ആക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ അവിടെ അംഗീകൃതമാണോ? ഇത് നമ്മുടെ അക്കിപ്പഞ്ചർ ചികിത്സ എല്ലാത്തിനും കൂടി അത് മരണപ്പെട്ടപ്പോൾ അത് അക്കിപ്പഞ്ചർ തലയിൽ വെച്ച് രാജചികിത്സാന്ന് ഗവൺമെന്റ് അംഗീകരിച്ച ചികിത്സയെ ലോകാരോഗ്യ അംഗീകരിച്ച ചികിത്സയെ രാജചികിത്സാന്ന് നിങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് വെച്ചുകൊണ്ട് ഇത്രയധികം പ്രചോദിക്കുക മാധ്യമം കൊടുക്കുന്നു എന്നതാണ് ചോദ്യം. അതുപോലെ ഈ ഒരു ചികിത്സകന്റെ പേരിലുള്ള ഒരു എന്താ പറയട്ടെ ആ ഒരു FIR ഒന്നും അദ്ദേഹത്തിന് കാണുന്നില്ല. പക്ഷെ അദ്ദേഹം റിമാൻഡിലാണ്. ഇത് ചോദ്യം ചോദിക്കാൻ ഇതിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാണ് നിങ്ങൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? പകരം വീണ്ടും അതേ കാര്യങ്ങള് നമ്മുടെ തലയിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എത്തിക്കാനാണ് നോക്കുന്നത്. ഈ സത്യം കൊണ്ടുവരേണ്ട നിങ്ങള് നേരെ തിരിച്ച് ആർക്കോ വേണ്ടി പ്രചരിപ്പിക്കുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. അതാണ് അതിന്റെ ഉത്തരം. സത്യം നിങ്ങൾ സത്യം പ്രചരിപ്പിക്കാൻ വിധിക്കപ്പെട്ടവരാണ്, അധികാരപ്പെട്ടവരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നിങ്ങളുടെ കർമ്മം നിങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം. നിങ്ങൾ സ്വയം ചിന്തിക്കണം. കാരണം എല്ലാ മാറ്റങ്ങളും ഒരുപോലെ ഒരേ കണ്ണില് ഒരേ സമയത്ത് കാണണം. അപ്പൊ നിങ്ങൾ ചില വ്യക്തിഗത താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യക്തിഗത കാര്യങ്ങൾക്ക് മാത്രമായിക്കൊണ്ട് നിങ്ങൾ ചിലതിനെ കാണുന്നു. ഈ അക്കിപ്പഞ്ചറിനുള്ള ഇപ്പോഴത്തെ ജനങ്ങളുടെ സ്വീകാര്യതയും മരുന്നില്ലാതെ ചികിത്സ പൂർത്തിയാക്കുന്നത് മരുന്നില്ലാതെ പ്രകൃതിപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താങ്ങായി നിൽക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഏതോ തരത്തിലൊരു അജണ്ടയെ നടത്തപ്പെടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതിനെ അനുകൂലിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അത് വ്യക്തമായി നമുക്ക് നിരീക്ഷിച്ചാൽ ഓരോ കാര്യത്തിലും മനസ്സിലാവും. അത് തന്നെയാണ് ഈ ശിവാബുദ്ദീൻ സാറിന്റെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അപകട സാധ്യത കാഴ്ചപ്പാടില് അപകട സാധ്യത ആശുപത്രിയിൽ ഒരേ പോലെയാണ്.
സെയിമാണ് ആണ് സെയിം ആണെന്നാണ് ആശുപത്രിയിൽ പോകേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് നിങ്ങളുടെ വ്യാഖ്യാനാണ്. അത് നിങ്ങളുടെ വ്യാഖ്യാനാണ്. എന്നുവെച്ചാൽ അപകട സാധ്യത അത് നിങ്ങളെ വിഷയം പഠിച്ചു നോക്കിയാൽ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരു നല്ലൊരു കാര്യം ചെയ്യാം. നമ്മുടെ കേരളത്തില് ഒട്ടേറെ സ്ത്രീകൾ ഹോസ്പിറ്റലിൽ പ്രസവിച്ചതിന് ശേഷം വീട്ടിൽ പ്രസവിച്ചവരുണ്ട്. അത് രണ്ടും അറിയാം. ഹോസ്പിറ്റൽ പ്രസവത്തിന്റെ സുഖവും ദുഃഖവും വീട്ടിൽ പ്രസവ സുഖവും ദുഃഖവും ഉണ്ട്. ഈ രണ്ടും അനുഭവിച്ച ഒട്ടേറെ സ്ത്രീകൾ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. ഈ സ്ത്രീകളോട് വീട്ടിലെ പ്രസവത്തിന്റെ അനുഭവങ്ങളും ഹോസ്പിറ്റൽ പ്രസവ അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ അവരുടെ ഈ പറച്ചിലുകൾ ഇന്ന് കേരളത്തിൽ പല രൂപത്തിൽ പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് പലയിടത്തും അറിയാം. വലിയ പ്രഗത്ഭരായ പത്രപ്രവർത്തകരിൽപ്പെട്ട ഒരു മലപ്പുറം ജില്ലയിലെ ഒരു പത്രപ്രവർത്തകന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിൽ മരിച്ചുപോയ സംഭവങ്ങൾ പത്രങ്ങൾ വന്നിരുന്നു. ഏതായാലും നിങ്ങൾ ഈ വിഷയം ഒന്ന് വ്യക്തമായി പഠിക്കണം. പത്രക്കാരോട് എനിക്ക് പറയുന്ന റിക്വസ്റ്റ് ഇതാണ്, ഒട്ടേറെ പേരുകൾ ഇനിയും വീട്ടിൽ പ്രസവിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഏതായാലും അന്യായമായ തടവിൽ വെച്ച ഞങ്ങളുടെ അംഗത്തെ വിട്ടയക്കണമെന്നും അക്കിപ്പങ്കൽ രോഗശമനം ആശ്വാസം നേടി പ്രകൃതിദത്തമായി ജീവിക്കാൻ പ്രചാരങ്ങൾ മനോവീര്യം ത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ മനോവീര്യം തകർക്കുന്ന രൂപത്തിലുള്ള വാർത്തകളെ പറ്റിയൊക്കെ നിങ്ങളൊന്ന് വിചിന്തനം ചെയ്യണമെന്നും പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഇവിടെ അക്യുപഞ്ചർ നടത്തിയ ഒരു പത്രസമ്മേളനമാണ് ഇപ്പോൾ നടന്നത്. തിരുവനന്തപുരത്ത് നടന്ന പ്രസവ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ അക്യുപഞ്ചറാണ്. അതിൽ പ്രതിയാക്കപ്പെട്ട അക്യുപഞ്ചറിസ്റ്റും അവരുടെ അക്യുപഞ്ചറിനെ കുറിച്ചുള്ള വിശദീകരണവുമാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മറുപടിയായിട്ട് ഇവിടെ നൽകിയത്. ഇതാണ് മനോരമ ന്യൂസ് ലൈവ് ടെലികാസ്റ്റ് ചെയ്തത്. എന്തായാലും ഇതിന് അന്വേഷണം നടന്നു വരികയാണ്. പ്രതിയാക്കപ്പെട്ട അക്യുപഞ്ചറിസ്റ്റിനെ വെറുതെ പുറത്തു വിടണം എന്നുള്ളതാണ് ഇവിടെ അക്യുപഞ്ചേഴ്സ് പറഞ്ഞത്. എന്തായാലും നല്ലൊരു ചർച്ചയായിരുന്നു, സംവാദമായിരുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം എന്നുള്ള നിലയ്ക്കാണ് അവരിപ്പോൾ പിരിയുന്നത്. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ, വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക.